വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇന്നലത്തെ മേക്കപ്പ് വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷു മേക്കപ്പ് ലുക്കിലെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷുവിൻ്റെ കളറായി കഴിഞ്ഞാൽ അതാ യെല്ലോ കളർ സാരിയാണ് ഞാൻ ഉടുക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് ഇത് ഒരു 10 കൊല്ലം മുന്നുള്ള സാരിയാണ് കേട്ടോ. ഇതിനൊരു കഥയുണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഒരു 10 കൊല്ലം മുന്നുള്ള സാരിയാണ്. എൻ്റെ ഫേവറേറ്റാണ്. എൻ്റെ ഏട്ടന് ഭയങ്കര ഇഷ്ടം ഞാൻ ഈ യെല്ലോ കളർ ഉടുക്കുന്നത്. ഇപ്പോൾ കുറേ നാളായി എടുത്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് ഇതിൻ്റെ ഈ ഒരു കിളിപ്പച്ച കളർ ബ്ലൗസ് എൻ്റെ ഇല്ല. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ യെല്ലോയിലേക്ക് ഗ്രീൻ മാച്ച് ആവില്ല. അപ്പോൾ ഈ ഒരു ബ്ലൗസ് ഇട്ടിട്ടാണ് ഇന്ന് ഈ സാരി ലുക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇതായിട്ട് കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അതപ്പം മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് ആണ് ഓൾറെഡി ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു കുരി വരച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുഖം വാഷ് ചെയ്തിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പം മുഖം ഒന്ന് നനഞ്ഞൊരു തോർത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തുടയ്ക്കുന്നത്. കാരണം നമ്മുടെ ഫൗണ്ടേഷൻ ഇടുമ്പോൾ മുഖത്ത് കുറച്ച് നനവുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് വേഗം അബ്സോർവ് ആകാനായിട്ട് സഹായിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്പഞ്ചിങ് ചെയ്യാനായിട്ട് മറ്റേ സംഭവം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പൊന്നൂസും പാറോട്ടി അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ കൈയും കാലക്കിടയ്ക്ക് കാണാം. അപ്പോൾ ഞാൻ മുഖമൊക്കെ നന്നായിട്ട് തുടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫൗണ്ടേഷൻ ഇടാം കേട്ടോ. നമ്മുടെ ഫൗണ്ടേഷൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാനിത് ഇട്ടത് വീഡിയോ എടുക്കാനായിട്ട് വീഡിയോ ഓൺ ആക്കാനായിട്ട് പറഞ്ഞു പോയിട്ട്. ഇതാണ് കേട്ടോ ഫൗണ്ടേഷൻ. ഡാസ്ലറിൻ്റെ ബ്ലൂലി എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഡോട്ടായിട്ട് എല്ലായിടത്തും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ക്രീം പറ്റണ പോലെ സ്പഞ്ച് ഉണ്ടെങ്കിൽ സുഖമായിരുന്നു കേട്ടോ. പിന്നെ നല്ല ഫിനിഷിങ് കിട്ടുന്ന ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാ മേക്കപ്പും കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു ലുക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാൻ മൂക്കുത്തി ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഞാനെപ്പോഴും കുഞ്ഞ് മൂക്കുത്തിലിടാറ്. ഇപ്രാവശ്യം ഞാൻ എന്താ ഒരു പൂവൊക്കെ ആയിട്ടുള്ള ഒരു മൂക്കുത്തി ഇട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ എന്തിങ്ങനെ നോക്കണമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫേസ് നോക്കിയിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. ഞാൻ വേറെ കണ്ണാടിയും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഞാൻ ഫോണിൽ നോക്കിയിട്ടാണ് കേട്ടോ മേക്കപ്പ് ചെയ്യുന്നത്. കണ്ണെഴുതുമ്പോൾ മാത്രമാണ് ഞാൻ കണ്ണെഴുതുമ്പോഴും ലിപ് ലൈൻ വരയ്ക്കും മാത്രമാണ് ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്, സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോമ്പാക്റ്റ് പൗഡർ ഫിറ്റ് മീഡിയാണ്. അതിൻ്റെ ഈ ഒരു കണ്ണാടി ഇതിൻ്റെ ഈ ഒരു കണ്ണാടി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ലിപ് ലൈനറൊക്കെ വരയ്ക്കാം. അപ്പോൾ ഞാൻ ഇതിവിടെ വയ്ക്കട്ടെ. അപ്പോൾ കുറച്ച് എടുക്കുക, ഒന്ന് തട്ടിക്കളയാം. നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇടുന്നുള്ളൂ. ആ ഫേസിലത്തെ എല്ലാ അറ്റകുറ്റപ്പണികളും പുട്ടിടൽ കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ണിൻ്റെ മുകളിൽ കുറച്ച് ഐഷാഡോ അപ്ലൈ ചെയ്യാം. ഞാൻ ഐഷാഡോയുടെ പകരം ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. അപ്പോൾ ഐഷാഡോ പാലറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊണ്ടുവന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാം. ഐലൈനർ ഞാൻ ചെറുതായിട്ട് അധികം കട്ടിയില്ലാണ്ടാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസ്കാര ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മസ്കാര ഇട്ടുണ്ടായിരുന്നില്ല. മസ്കാര ഇടുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാൻ മസ്കാര ഏതാണ് ബ്രാൻഡ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ബ്രാൻഡഡ് ഒന്നല്ല, ലോക്കലാണ് കേട്ടോ. അപ്പോൾ അതാ മസ്കാര ഇടൽ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ അടുത്തതെന്ന് പറയുമ്പോൾ പിരികൻ. എൻ്റെ പിരികൻ ഇപ്പോൾ കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് നമ്മുടെ ബ്രഷ് കൊണ്ടൊന്ന് ഈരി റെഡിയാക്കണുള്ളൂ കേട്ടോ. ഈരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ശരിയാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിപ് ലൈനർ വരച്ചെടുക്കാം. ലിപ് ലൈനർ ഓരോരുത്തരുടെ ഇഷ്ടമാണ് വരയ്ക്കണോ വേണ്ടത്. ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് വരച്ചു കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ സാധാരണ ഒരു ലിപ്സ്റ്റിക്കാണ് ഇടുന്നത് കേട്ടോ. എൻ്റെ ഷെയ്ഡിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് ഒരു ലൈറ്റ് ഷെയ്ഡ് ഞാൻ അതിൻ്റെ മുകളിൽ കൂടി ഇട്ടിട്ട് ഒന്ന് നല്ല രസമാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആ കളറ് ഭയങ്കര ഇഷ്ടമായി. ഒന്നും കൂടി ലൈറ്റായിട്ട് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കളറ്. അപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക്കുകളിലും ഏകദേശം നമ്മുടെ ഫേസിലെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് സാരി എടുക്കാം. അപ്പോൾ നമ്മുടെ സാരിയും ബ്ലൗസും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഉടുത്തിട്ട് വരാം.
അപ്പോൾ ഇതാണ് നമ്മുടെ സാരി. എനിക്ക് ഭയങ്കര ഇഷ്ടമായ സാരിയാണ് കേട്ടോ അത്. പിന്നെ ഈ ജുമുക്കിയാണ് ഞാൻ ഇടാമെന്ന് വിചാരിക്കണത്. അപ്പോൾ ഹെയർ സ്റ്റൈൽ കഴിഞ്ഞിട്ട് നമുക്ക് ഇടാം. അപ്പോൾ ഹെയർ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് 2 സൈഡിൽ നിന്നും കുറച്ച് മുടി ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് അത് നമ്മളിങ്ങനെ ചെറുതായിട്ട് പഫ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ രീതിയിലൊന്ന് ഇങ്ങനെ ഇരി കൊടുത്ത് സെറ്റാക്കിയിട്ട് 2 സൈഡിലേക്ക് നമ്മൾ സ്ലൈഡ് കുത്തി വയ്ക്കാനാണ് കേട്ടോ, ക്ലിപ്പ് കുത്തി വയ്ക്കാനാണ്. അപ്പോൾ ഞാനിങ്ങനെ കാട്ടിത്തിരക്കാണ്, പറയാൻ അറിയുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ. നമ്മൾ ഫസ്റ്റ് എടുത്ത് ചീക്കി വൃത്തിയാക്കിയിട്ട് എന്നിട്ട് നമ്മുടെ മുടി മുകളിലോട്ട് പിടിച്ചിട്ട് മുടിയുടെ ബാക്കിൽ കൂടെ ചീർപ്പ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു പഫ് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഭയങ്കര ഓവറായിട്ട് പഫ് എനിക്ക് ഇഷ്ടമല്ല, അത് കാരണം ഒരു ചെറിയ രീതിയിലാക്കണുള്ളൂ. എന്നിട്ട് നമ്മളത് ക്ലിപ്പ് കുത്തി കൊടുക്കാം കേട്ടോ, അത്രേ ഉള്ളൂ. അതുപോലെ 2 സൈഡിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. പിന്നെ സിന്ദൂരമൊക്കെ തൊടുമ്പോൾ നമുക്ക് നല്ല രസമാണ് സെൻറ്റർ പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ. ഇതിങ്ങനെ ചെയ്തിട്ട് സെറ്റി സ്പ്രേ കൂടി അടിച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് മെനക്കിയിരിക്കും കേട്ടോ. എൻ്റെ കുഞ്ഞ് ബേബി ഹെയർസൊക്കെ നല്ലവണ്ണം ഒതുങ്ങിയിട്ടില്ല കേട്ടോ. കാരണം ഈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ ഒരു മേക്കപ്പ് പ്രോഡക്റ്റും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല, അതൊക്കെ വീട്ടിലാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം എനിക്ക് പെരുമാറുള്ളത് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 സൈഡിലും നമ്മൾ ക്ലിപ്പ് കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഹെയർ. ഇനി വേറെ ഒന്നും ഹെയറിൽ ചെയ്യുന്നില്ല കേട്ടോ. ഇനി നമ്മൾ മുല്ലപ്പൂവ് എന്താണ് നമുക്ക് ഇഷ്ടം വെച്ചാൽ അത് വയ്ക്കാം. ഞാൻ ഇന്നലെ നമ്മൾ വീഡിയോയിൽ ചെയ്ത പോലെ ഇന്നലെ ഒരു പച്ച ഇല 2 തെച്ചിപ്പൂ മിക്സ് ചെയ്തില്ലേ, അതുപോലെ ഇപ്പോൾ തുളസി ഇല കിട്ടാനില്ല, അപ്പോൾ അതിൻ്റെ പകരം ഞാൻ ആ പച്ച ഇത് വെച്ചിട്ട് മാല കോർക്കാണ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മളൊരു ബ്ലാക്ക് പൊട്ട് തൊട്ടിട്ടുണ്ട്, പിന്നെ കമ്മലിട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ ചെയ്ത സെയിം ഇല കൊണ്ട് തന്നെയാണ് മാല കെട്ടിയിരിക്കണത്. അപ്പോൾ ഇത് മാല കെട്ടുന്ന ഒരു ഇല തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഹെയറിൻ്റെ അടി കൂടി എടുത്തിട്ട് വയ്ക്കാനാണ് കേട്ടോ. മുല്ലപ്പൂവല്ല, സോറി, ഈ പൂവല്ല, ഇലമാല. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ മുല്ലപ്പൂവൊക്കെ പോയിട്ട് ഇപ്പോൾ കൂടുതൽ പേരിങ്ങനെ തുളസി അതുപോലെ അരളിപ്പൂവ് അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് വെക്കണത്. നല്ല രസമാണ് കാണാനായിട്ട്. മുല്ലപ്പൂവിനൊക്കെ നല്ല റേറ്റാണ് ഒന്നാമത് ഇപ്പോൾ. ഇനി വിഷു അടുക്കും തോറും നല്ല റേറ്റ് ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹെയർ സ്റ്റൈൽ എന്ന് പറയാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മളിതാ കുറച്ച് ഗോൾഡൻ വള ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഗോൾഡൻ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ പച്ചേൻ്റെ ഉണ്ട്, പക്ഷേ ഇനിയൊക്കെ പച്ചയെ കഴിഞ്ഞാൽ ഭയങ്കര ബോറാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് വള ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് സിന്ദൂരം തൊട്ടെടുക്കാം. അപ്പോൾ ഞാൻ സിന്ദൂരം എടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് സിന്ദൂരം തൊടാക്കി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളിങ്ങനത്തെ സാരിയും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ തൊടാനായിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ സെൻറ്റർ പാർട്ടീഷൻ അത്ര അങ്ങോട്ട് മുഖത്തിന് അങ്ങോട്ട് ചേരാത്ത പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. നിങ്ങളൊന്ന് പറയൂ കേട്ടോ കാണുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കുറിയായിട്ട് ഫൗണ്ടേഷനാണ് തൊട്ടേക്കണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. സിമ്പിളാണ്, അധികം പ്രൊഡക്റ്റൊന്നും യൂസ് ചെയ്തിട്ടില്ല, ആകെ ഫൗണ്ടേഷനും കോമ്പാക്ട് പൗഡറും. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നോസ് പിന്നെ എനിക്ക് ചേരുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വിഷു മേക്കപ്പ് ലുക്ക് നാളെയും കൂടി ഉണ്ടാവും, നാളെ മറ്റൊന്ന് ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു.